അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 21 തിങ്കളാഴ്ച. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവിന് സുപ്രീം കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം. മുഡ ഭൂമി തട്ടിപ്പ് കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്കും കർണാടക മന്ത്രിക്കും നൽകിയ സമൻസ് റദ്ദാക്കിയ കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിലായിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനം. ദയവായി ഞങ്ങളെക്കൊണ്ട് വായ തുറപ്പിക്കരുത്, അല്ലാത്തപക്ഷം EDയെക്കുറിച്ച് ചില കടുത്ത പരാമർശങ്ങൾ നടത്താൻ ഞങ്ങൾ നിർബന്ധിതരാകും. നിർഭാഗ്യവശാൽ തനിക്ക് മഹാരാഷ്ട്രയിൽ ചില അനുഭവങ്ങളുണ്ടെന്നും നിങ്ങൾ ഈ അതിക്രമം രാജ്യത്തുടനീളം വ്യാപിപ്പിക്കരുതെന്നും രാഷ്ട്രീയ പോരാട്ടങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ നടക്കട്ടെയെന്നും എന്തിനാണ് EDയെ അതിന് ഉപയോഗിക്കുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. EDയുടെ അപ്പീൽ ഹർജി കോടതി തള്ളുകയും ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവർക്കും ആദരാഞ്ജലി അർപ്പിച്ചാണ് ലോക്സഭാ നടപടികൾ ആരംഭിച്ചത്. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, അഹമ്മദാബാദ് വിമാന ദുരന്തം അടക്കം രാജ്യം നേരിട്ട നിർണായക വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ചോദ്യോത്തരവേള നിർത്തിവെച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യം സ്പീക്കർ തള്ളിയതോടെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധം നടത്തി. പഹൽഗാമിലെ കൂട്ടക്കൊല ലോകത്തെ സ്തംഭിപ്പിച്ചുവെന്നും പാകിസ്ഥാനെ ഇന്ത്യ തുറന്നു കാട്ടിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ എല്ലാ പാർട്ടികളും ഒന്നിച്ചു നിന്നുവെന്നും ആ ഐക്യം പാർലമെന്റിലും പ്രതിഫലിക്കണമെന്നും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ അജണ്ട കാണുമെന്നും എന്നാൽ രാജ്യസുരക്ഷയിലും വികസനത്തിൽ ഒന്നിച്ചു നിൽക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിലും ഓപ്പറേഷൻ സിന്ദൂറിലുമുള്ള അവ്യക്തത നീക്കിയേ മതിയാവൂ എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. ചർച്ചയെ ആവശ്യപ്പെട്ട് രാജ്യസഭയിൽ നൽകിയ നോട്ടീസുകൾ ചെയർമാൻ തള്ളിയതിൽ അദ്ദേഹം പ്രതിഷേധമറിയിച്ചു. പഹൽഗാമിൽ ഭീകരരെ ഇനിയും പിടികൂടാനായിട്ടില്ല, അവരെ പിടിച്ചിട്ടുമില്ല, വധിച്ചിട്ടുമില്ല. രാജ്യസുരക്ഷയിലും സൈനിക ശക്തിക്ക് പിന്തുണ നൽകുന്നതിലും എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഭീകരർ എവിടെ പോയി എന്നും അവർക്ക് എന്ത് സംഭവിച്ചു എന്നും ചോദിച്ച ഖാർഗെ ലഫ്റ്റനന്റ് ഗവർണർ തന്നെ സുരക്ഷാ വീഴ്ച സമ്മതിച്ചുവെന്നും ഖാർഗെ പറഞ്ഞു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അന്താരാഷ്ട്ര പ്രോട്ടോകോൾ പ്രകാരം അന്വേഷണം നടക്കുന്നതായി വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു പാർലമെന്റിനെ അറിയിച്ചു. വിമാനാപകടവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം. വിവിധ മാധ്യമ റിപ്പോർട്ടുകളും വ്യാഖ്യാനങ്ങളും പുറത്തുവരുന്നുണ്ടെന്നും എന്നാൽ സത്യത്തിനൊപ്പമാണ് നിൽക്കേണ്ടതെന്നും റാം മോഹൻ നായിഡു ഓർമ്മിപ്പിച്ചു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C. സദാനന്ദൻ രാജ്യസഭാ MP-യായി സത്യപ്രതിജ്ഞ ചെയ്തു. മലയാളത്തിലായിരുന്നു സത്യവാചകം ചൊല്ലിയത്. അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായി 2 കാലുകളും നഷ്ടപ്പെട്ട C. സദാനന്ദൻ സാമൂഹിക സേവന രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും പ്രചോദനമാണെന്ന് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ പറഞ്ഞു. സ്കൂളുകളിൽ അടിയന്തര ഓഡിറ്റ് സമയബന്ധിതമായി നടപ്പാക്കുമെന്നും നാളെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും യോഗം വിളിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. സർക്കാർ സ്കൂളുകൾ തുറക്കും മുൻപേ ഇറക്കിയ സർക്കുലറിലെ കാര്യങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥരും നടപ്പാക്കിയോ എന്ന് സംശയമുണ്ടെന്നും ജൂലൈ 25 മുതൽ 31 വരെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് സ്കൂളിലെത്തി പരിശോധന നടത്തുമെന്നും ഇവർ പരിശോധന നടത്തുന്നുണ്ടോ എന്നറിയാൻ വകുപ്പിലെ വിജിലൻസിനെ ചുമതലപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ ഇന്നലെ മേൽക്കൂര തകർന്നു വീണ സ്കൂളിൽ മാധ്യമങ്ങൾക്ക് വിലക്ക്. മാധ്യമങ്ങളെ ബലമായി പുറത്താക്കാനാണ് ശ്രമം നടത്തിയത്. CPM പ്രതിനിധിയായ വാർഡ് മെമ്പർ എത്തിയാണ് മാധ്യമപ്രവർത്തകരോട് പുറത്തുപോകണമെന്നും അല്ലെങ്കിൽ ബലമായി പുറത്താക്കാൻ അറിയാം എന്നും അറിയിച്ചത്.
കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർക്കാൻ മത്സരിക്കുന്ന ഗവർണറും മുഖ്യമന്ത്രിയും നാടകം കളിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. മുയലിനോടൊപ്പം ഓടുകയും വേട്ടപ്പട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന തന്ത്രമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. മന്ത്രിമാരും പാർട്ടി അണികളും തെരുവിൽ ഗവർണർക്കെതിരെ പോർവിളി നടത്തുമ്പോൾ മുഖ്യമന്ത്രി സമാധാന ദൂതുമായി രാജ്ഭവനിലെത്തിയത് പുതിയ അടവു നയത്തിന്റെ ഭാഗമായാണെന്നും അദ്ദേഹം പറഞ്ഞു. വിതുര താലൂക്ക് ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് രോഗി മരിച്ചെന്ന സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ സംഘടനയ്ക്കോ ചേർന്ന പ്രവർത്തനമല്ല ഇതെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ വിതുര താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സാമുവൽ ജെറോമിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് യമനിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി. സാമുവൽ ജെറോം മധ്യസ്ഥത എന്ന പേരിൽ പണം കവർന്നുവെന്നും നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ സാമുവൽ ജെറോം തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും അബ്ദുൽ ഫത്താഹ് മഹ്ദി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. അറബിയിലുള്ള കുറിപ്പ് മലയാളത്തിലും ഇംഗ്ലീഷിലും തർജ്ജമ ചെയ്താണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. യമനിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതികരിച്ച് സാമുവൽ ജെറോം സ്വന്തമായി ഒരു പണവും വാങ്ങിയിട്ടില്ലെന്നും മീറ്റിംഗുകൾക്ക് തെളിവുകൾ ഉണ്ടെന്നും സാമുവൽ ജെറോം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ പ്രതികരിച്ച് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്നില്ലെന്നും ചർച്ചകൾ നടക്കുകയാണെന്നും അഭിഭാഷകൻ എന്ന് താൻ അവകാശപ്പെട്ടിട്ടില്ലെന്നും സാമുവൽ ജെറോം കൂട്ടിച്ചേർത്തു. പൊതുമരാമത്ത് വകുപ്പിനും എച്ച് സലാം MLAക്കുമെതിരെ വിമർശനവുമായി ജി സുധാകരൻ. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അമ്യൂണിറ്റി സെന്റർ സ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പണം അനുവദിച്ചതിനെതിരെയാണ് വിമർശനം. ഭരണഘടനാപരമായി ഒരു ദേവാലയത്തിനും പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടന്റെ F-35 യുദ്ധവിമാനം തകരാർ പരിഹരിച്ചതോടെ നാളെ തിരികെ പോകും. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ നിന്ന് വിമാനം പുറത്തിറക്കും. F-35B വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ എത്തിയ സാങ്കേതിക വിദഗ്ധരും ഇന്ന് വൈകിട്ടോടെ ബ്രിട്ടനിലേക്ക് മടങ്ങും. അതോടൊപ്പം ലാൻഡിംഗ്, പാർക്കിംഗ് ചാർജുകൾ വിമാനത്താവള കമ്പനി ഈടാക്കും. ഇതുവഴി ബ്രിട്ടീഷ് വ്യോമസേന നൽകേണ്ടത് ഏകദേശം 8 ലക്ഷം രൂപയാണ്. മെയിന്റനൻസ്, ഹാങ്ങർ വാടക ഇനത്തിൽ എയർ ഇന്ത്യ ഈടാക്കുന്നത് ഏകദേശം 75 ലക്ഷം രൂപയായിരിക്കും. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യയുടെ കേസ് അന്വേഷിക്കാൻ പ്രത്യേക 8-അംഗ അന്വേഷണ സംഘം രൂപീകരിച്ചു. ചവറത്തേക്കും ഭാഗം SHOയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന സംഘത്തിന് മേൽനോട്ടം വഹിക്കും. ഷാർജയിൽ മരിച്ച അതുല്യയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തുടങ്ങിയേക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് റിപ്പോർട്ട് എന്നിവ കിട്ടിയാൽ നടപടി തുടങ്ങാനാണ് ഷാർജയിലുള്ള അതുല്യയുടെ സഹോദരി ഉൾപ്പെടെ ബന്ധുക്കളുടെ തീരുമാനം. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഷാർജയിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയായ സതീഷ്. ഇക്കാര്യം കമ്പനി സതീഷിനെ അറിയിച്ചിട്ടുണ്ട്. 1 വർഷം മുൻപാണ് സതീഷ് ജോലിയിൽ പ്രവേശിച്ചത്. തിരുവനന്തപുരം MP ശശി തരൂരിനെതിരെ വീണ്ടും കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തരൂരിനെ പങ്കെടുപ്പിക്കുന്നതിനെ എതിർത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ യോഗത്തിൽ തരൂർ പങ്കെടുത്താൽ യോഗത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നും വിവരങ്ങൾ മോദിക്ക് ചോർത്തിക്കൊടുക്കുമെന്നും ആരോപിച്ചു. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തരൂരിന് അപാര തൊലിക്കട്ടി തന്നെ വേണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പരിഹസിച്ചു. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. 19-കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഒഡീഷയിലെ പ്രസിഡന്റ് ഉദിത് പ്രധാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേശ്വർ പോലീസ് സ്റ്റേഷനിലാണ് പെൺകുട്ടി പരാതി നൽകിയത്. മാർച്ച് 18-ന് രാത്രിയിൽ ശീതളപാനീയത്തിൽ ലഹരി കലർത്തി ബോധം കെടുത്തിയാണ് തന്നെ ബലാത്സംഗം ചെയ്തതെന്ന് പെൺകുട്ടി പരാതിയിൽ ആരോപിച്ചു. വിനോദസഞ്ചാരികളുമായി പോയ ബോട്ട് കൊടുങ്കാറ്റിൽ മറിഞ്ഞ് വിയറ്റ്നാമിൽ 38 പേർ കൊല്ലപ്പെട്ടു. 7 പേരെ കാണാതായി. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. 48 യാത്രക്കാരും 5 ജീവനക്കാരും ഉൾപ്പെടുന്ന ദി വണ്ടർ സീ ബോട്ട് എന്ന ചെറുബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. വിയറ്റ്നാമിലെ ഹാലോങ് ബേയിൽ നിന്ന് പുറപ്പെട്ട ബോട്ടാണ് കടലിൽ മറിഞ്ഞത്.
ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. ഇന്നലെ വൈകുന്നേരം 7:55-ന് തിരുപ്പതി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിനാണ് ടേക്ക് ഓഫിന് ശേഷം സാങ്കേതിക തകരാർ സംഭവിച്ചത്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വിമാനം ഏകദേശം 40 മിനിറ്റ് പ്രദേശത്ത് വട്ടമിട്ട് പറക്കുകയും തിരുപ്പതിയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. BJP സംസ്ഥാന പ്രസിഡന്റ് പദവി ഉള്ളി പോലെയാണെന്നും ഉള്ളി പൊളിക്കുമ്പോൾ കാര്യം മനസ്സിലാകുമെന്നും പദവിയിൽ ഒരു കാര്യവുമില്ലെന്നും മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ. EPSന്റെ സംസ്ഥാന പര്യടനത്തിൽ താൻ എന്തിന് പങ്കെടുക്കണമെന്നും തന്റെ യാത്രയിൽ AIADMK-കാർ വന്നിരുന്നോയെന്നും അണ്ണാമലൈ ചോദിച്ചു. BJPയുടെ ഭാരവാഹികൾ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും താൻ സാധാരണ പ്രവർത്തകൻ മാത്രമാണെന്നും ഇഷ്ടമില്ലാത്തത് കണ്ടാൽ ഒഴിഞ്ഞു മാറുകയാണ് ശീലമെന്നും അച്ഛനും അമ്മയും പഠിപ്പിച്ചത് അതാണെന്നും അണ്ണാമലൈ പറഞ്ഞു. ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന ഗാസയിൽ ഭക്ഷണം കിട്ടാതെ 4 വയസ്സുകാരി മരിച്ചു. പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം ഗുരുതരാവസ്ഥയിലായ റസാൻ അബൂ സഹർ എന്ന പെൺകുട്ടിയാണ് മരണപ്പെട്ടത്. 2023-ൽ ഇസ്രയേൽ ഗാസയിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് 76 കുട്ടികളെങ്കിലും പോഷകാഹാരക്കുറവ് മൂലം മരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഗാസയിലെ സഹായ വിതരണ കേന്ദ്രങ്ങളിൽ ഭക്ഷണം തേടിയെത്തിയ 90 പാലസ്തീൻകാരെ ഞായറാഴ്ച വിവിധ കേന്ദ്രങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തി. ഇസ്രയേലുമായുള്ള സിക്കിം ക്രോസിംഗിലൂടെ വടക്കൻ ഗാസയിലെ സഹായ കേന്ദ്രത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് 90 പേർ കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ 150-ലധികം പേരിൽ പലരുടെയും നില ഗുരുതരമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസയിലെ യുദ്ധത്തെ രൂക്ഷമായി അപലപിച്ച് ലിയോ 14-ാമൻ മാർപ്പാപ്പ. ഭക്ഷണത്തിനായി കാത്തുനിൽക്കുന്നതിനിടെ ഇസ്രയേൽ സൈനികരുടെ വെടിയേറ്റ് 93 പാലസ്തീൻ സ്വദേശികൾ കൊല്ലപ്പെട്ടതായുള്ള വാർത്തയോടാണ് മാർപ്പാപ്പയുടെ പ്രതികരണം. പ്രാകൃതമായ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ലിയോ 14-ാമൻ ആവശ്യപ്പെടുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.